ഇപ്പോൾ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ലഗോൺ ബിരിയാണി. അപ്പോൾ ഈ ബ്രോയിലർ ചിക്കനും ലഗോൺ ചിക്കനുമായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ബ്രോയിലർ ചിക്കനും ലഗോൺ ചിക്കനായിട്ട് നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ബോഡിക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ലഗോണാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബ്രോയിലർ നമ്മളിപ്പോൾ 45 ഡേയ്സ് കൊണ്ട് തന്നെ എന്താവും, 45 ദിവസം കൊണ്ട് തന്നെ ഒരു ചിക്കൻ ഒരു കോഴി കുഞ്ഞ് പെട്ടെന്ന് തന്നെ മാറുകയാണ്. അപ്പം അത്രയും അതിൻ്റെ ഗ്രോത്ത് ചെയ്യാനുള്ള സാധനങ്ങൾ കുത്തിവെച്ചിട്ടാണ് അത് ഉണ്ടാവുന്നത്. അതേ ചേഞ്ചസ് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിൽ കാണിക്കും. നമ്മുടെ കുട്ടികളിലായാലും ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ബ്രോയിലർ ചിക്കൻ തന്നെയാണ്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ലഗോണാണ്. കാരണം എന്താണ്, കാരണം അതിൻ്റെ നോർമലായിട്ട് 4 months കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുള്ളൂ. അത് ഡൈജസ്റ്റിന് കൂടുതൽ ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടി എന്താണ് ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ലഗോണാണ്. ഇപ്പോൾ പാചകത്തിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറേ അധികം സമയം കുക്കറിൽ വെക്കേണ്ടി വരും. പക്ഷേ ടേസ്റ്റ് എന്തായാലും ഡിഫറെൻ്റ് ആണ്. ലഗോണാണ് ഇപ്പം വളരെ ഹെൽപ്ഫുൾ. പിന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം പണ്ട് മുതലേ പറഞ്ഞു കേട്ടുള്ള ആൾക്കാർ പറഞ്ഞൊരവസ്ഥ എന്താണ്, പൈൽസ് രോഗികൾ ചിക്കൻ കഴിക്കരുതെന്ന് പറയും. നമ്മുടെ ഒ പിയിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുള്ളത് ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാമെന്നാണ്. അതിൻ്റെ കാരണം എന്താണ്, ബ്രോയിലർ ചിക്കന് യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷെ ലഗോണിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, അത് ഹാർഡാണ്. ലഗോൺ ചിക്കൻ പൈൽസ് ഉള്ളവർ യാതൊരു കാരണവശാലും കഴിക്കരുത്. അതിന് ചൂട് കൂട്ടുന്ന സാധനമാണ്. ജനറലി നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത് ലഗോണിൽ തന്നെയാണ്.